ഹലോ. ഹലോ, ആരായിരുന്നു? ആ ഇത് ലിയാക്കത്താണ്, നിനക്ക് അറിയാമായിരിക്കും. ഓക്കെ, എന്തൊക്കെ വിശേഷങ്ങള്? സുഖാണ്, അൽഹംദുലില്ലാ. ആയിക്കോട്ടെ. ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളാ സമദിന്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ സംവാദത്തിന്റെ ഒരു കേസ് വീണ്ടും ബാസില് ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് കണ്ടു. അപ്പൊ ഞാൻ പിന്നെ ബാസിൽ വിളിച്ച ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് സമദിനെ വിളിച്ചത്. നിങ്ങൾ ശരിക്കും സംവാദത്തിനൊക്കെ റെഡിയാണോ അതോ വെറുതെ ആൾക്കാരെ പറ്റിക്കുകയാണോ? സംവാദത്തിന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ വീഡിയോയില്. ഇല്ല, കേട്ടിട്ടുണ്ടോ വീഡിയോ? പറയണില്ല. ഏത് വീഡിയോ? ജബ്ബാർ മാഷിന്റെ വീഡിയോ പറയുന്നത്? ജബ്ബാർ മാഷിന്റെ വീഡിയോ. ജബ്ബാർ മാഷ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ റിയാക്ട് ചെയ്തത്. നിങ്ങൾ മീൻസ് ബാസിലെടുത്ത് പറയുന്നത് അതിൽ പരാമർശിച്ച സംഭവങ്ങളൊന്നും എടുക്കാതെ, ആ ജബ്ബാർ മാഷ് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് എടുക്കാതെ. ആ വീഡിയോ കണ്ട ഒരാൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇതില്. എങ്ങനെ? ഒന്നുകൂടി കേട്ടാൽ മനസ്സിലാവും. അല്ല, എത്ര കേട്ടാലും നമുക്ക് ഒരു കാര്യം ഒരു തവണ കേട്ടാൽ തന്നെ മനസ്സിലാവലുണ്ട്. അത് സിമ്പിൾ ആണ്. വീഡിയോ ഒന്നുകൂടി കേട്ടോ. അല്ല, ഒരു തവണ തന്നെ കേട്ടാൽ മനസ്സിലാവുണ്ട്. എന്താ നിങ്ങളെ പോയിന്റ് ഒന്ന് പറയോ, ഞാൻ കേക്കട്ടെ. ജബ്ബാർ മാഷിന്റെ ഒരു വാചകടിക്കുള്ള മറുപടി. ഏത് വാചകടി? മൂപ്പര് സംവാദത്തിന് വേറെ ആരും മുജാഹിദ് ബാലുശ്ശേരിയും തയ്യാറാവുന്നില്ല. അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മൗലവിമാരും പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞവരെണ്ണം പ്രതികരിക്കാറില്ല. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഏറ്റവും അവസാനത്തെ വെല്ലുവിളി, ഇതൊക്കെ പരാമർശിച്ച് നടത്തിയ വീഡിയോയില് ക്ലബ് ഹൗസിൽ നിങ്ങളെ റൂമിൽ വന്ന കാര്യത്തിൽ നിന്നുള്ള ഈ വെട്ടിയൊട്ടിക്കൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ സമദിനോട് വേറൊന്നും ഉദ്ദേശത്തിലല്ല, സമദിനോട് സത്യസന്ധമായിട്ട് ഒരു കാര്യം സമദ് പറയുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ചോദിക്കണേ. ഒരു തെറ്റായ ഉദ്ദേശത്തോടു കൂടി എന്ന് പറയുന്ന ജബ്ബാർ മാഷിന്റെ ബാക്കിയുള്ളവർ ഒളിവിലാണെന്ന് പറയുന്ന ജബ്ബാർ മാഷിന്റെ വാചകടിക്കുള്ള ഒരു മറുപടി, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? അതിപ്പോ ജബ്ബാർ മാഷോട് പറഞ്ഞതാണ്, അതിപ്പോഴും പറഞ്ഞതാണ്. ഏത് എന്ന് പറഞ്ഞോ? യെസ്. ഇനിയിപ്പോ നുണയാണെങ്കിൽ നുണയാണ്. ഞാൻ ചോദിക്കാൻ വന്നതല്ല. ഞാൻ ചോദിക്കാൻ വരുന്നത്, ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഒരു നുണ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഇസ്ലാമിക വിദ്യ എന്താണ്? നിങ്ങൾ ഈ ദേവക്കാരാണല്ലോ. അല്ല, കൃത്രിമമായിട്ട് നുണ സൃഷ്ടിച്ചെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിലും ഒക്കെ നിങ്ങൾ ജബ്ബാർ മാഷ് നമ്മുടെ അടുത്തുള്ള സംവാദത്തിൽ കൊണ്ടുവരും. ഏത് നിങ്ങളായിട്ട് സംവാദം? ഞങ്ങൾക്കൊപ്പമുള്ള എന്ന് സംവാദത്തിന് വരാൻ നിങ്ങളോട് ജബ്ബാർ മാഷ് പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ ബഡായി പറയല്ലേ, നുണ സൃഷ്ടിച്ചെടുക്കുക. ഇപ്പൊ സമദ് വീണ്ടും ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഇതൊക്കെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ വിളിച്ച വെല്ലുവിളി ഏറ്റെടുത്ത് തയ്യാറാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുവരെ തയ്യാറാവാതെ അവസാനം സ്റ്റുഡിയോ വേണം എന്ന് പറഞ്ഞ് സ്റ്റുഡിയോനകത്താണെങ്കിൽ ജബ്ബാർ മാഷിനെ കൊണ്ടുവരാൻ കഴിയിച്ചെങ്കിൽ ജബ്ബാർ മാഷ് മെസ്സേജ് അയച്ചാൽ മതി. എങ്ങനെ? നമ്മളെന്തായാലും ജബ്ബാർ മാഷെ കൊണ്ടുവരാൻ കഴിയിച്ചെങ്കിൽ സമതും കോള് കട്ട് ചെയ്യാൻ പോകണം. കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. സമതും. ഹലോ, നിങ്ങൾ ഈ കോള് കട്ട് ചെയ്യാനും പ്രത്യേക പരിശീലനം ഉണ്ടോ? ഒരേ പാറ്റേണിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കല്ലേ, എന്താ നിങ്ങൾക്ക് പ്രശ്നം? അല്ല, നമ്മൾ സംസാരിക്കല്ലേ. ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആണ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഭീരുത്വം അല്ലേ സമതെ? നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു മിനിറ്റ് പറയേണ്ട ഒരു വിഷയം 10 മിനിറ്റ് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ 11ാമത്തെ മിനിറ്റ് സംസാരിക്കാതിരിക്കാന്ന് പറയുന്നതും. അല്ല, അത് തന്നെ. നമ്മളൊരു കാര്യം പറയുമ്പോ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ പറഞ്ഞ കാര്യം പറയട്ടെ, അതിനെ കുറിച്ച് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതായത് ഞാൻ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേഗം കട്ട് ചെയ്ത് ഓടിപ്പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തെ പറ്റി ഞാൻ പറയാം. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തെ പറ്റി പറയൂ. സംസാരിക്കാം. പറയൂ, എന്താണ് നിങ്ങളെ പോയിന്റ്? മാറ്റം ചെയ്യുന്നു, മുസ്ലിങ്ങൾ സംവാദത്തിന് വരുന്നില്ല, ഒളിവിലാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് മുറിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം എന്താ പറഞ്ഞതെന്ന്. സ്റ്റേറ്റ്മെന്റ് ആണ്. കേൾപ്പിക്കണോ? ഞാൻ കേൾപ്പിക്കണം. ഇപ്പൊ കേൾപ്പിച്ചുതരാം. പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പൊതുവല്ല, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആരെ കുറിച്ചാണെന്ന് പറഞ്ഞുതരാം, കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്നലെ കേൾപ്പിച്ചിട്ടുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന, ആയിക്കോട്ടെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് സംഘടനയെ കുറിച്ചാണ് പരാമർശം. മൂല്യമാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ടി കെ അഷ്റഫിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താണ്, എന്തോ ഒരു മദീനിയോ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ തന്നെ മൂപ്പരൊരു സംവാദ വെല്ലുവിളി നടത്തുന്ന സമയത്ത് മൂപ്പരോട് നമ്മൾ ഓൾറെഡി ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അങ്ങോട്ട്. ആര് സംവാദ വെല്ലുവിളി? ആര്? യു എ നടത്തിയിട്ടുണ്ട്.
എന്നത്തെ കാര്യം, എന്ത് കാര്യം പറയുന്നത്? നമ്മൾ ഓൾറെഡി അങ്ങോട്ട് നിങ്ങൾ ഒരു സംവാദ വെല്ലുവിളി നടത്തിയിട്ടില്ല. നിങ്ങൾ സംവാദ വെല്ലുവിളി നടത്തിയത് വർഷത്തിന് മുമ്പ് ഒരു സംവാദ വെല്ലുവിളി നടത്തിയിട്ടില്ല. അതെന്താ സംഭവം? അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറയുന്നത്. എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ പ്രശ്നം? ഞാൻ സംസാരിച്ച എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ കൺസിഡർ ചെയ്തോ? ഇല്ല, ഞാൻ സംസാരിക്കുമ്പോ എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്? എന്താ? നിങ്ങൾ എല്ലാവരും ഒരേ പാറ്റേൺ ആണ്. നിങ്ങൾ മാത്രം പറയുക, എന്നിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഓടി പോവാ. ഇത് ഭീരുത്വമാണ്. അത് വളരെ സിമ്പിൾ ആണല്ലേ അഖിലേഷ്? നിങ്ങൾക്ക് ഇതിന് ജബ്ബാർ മാഷ് സംവാദത്തിന് കൊണ്ടുവരാൻ കഴിയുമോ? കൊണ്ടുവരാൻ കഴിയും. മുജാഹിദ് ബാലിശ്ശേരിയുടെ വെല്ലുവിളിയാണ്. മുജാഹിദ് ബാലിശ്ശേരിനെ കൊണ്ടുവരുമോ? നിങ്ങൾക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സമദിനോട് ചോദിക്കട്ടെ. ഇനി കട്ട് ചെയ്ത് പോലെ സമദിനോട് ചോദിക്കട്ടെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനുമായിട്ട് തീരുമാനം എടുക്കാൻ സമദിന് കഴിയുമോ? എന്തിന്റെ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാൻ സംഘടനയുടെ വിഷയത്തിൽ എനിക്ക് നിലപാടെടുക്കാൻ പറ്റും. അപ്പൊ ജബ്ബാർ മാഷ് പരാമർശം നടത്തിയത് വിസ്ഡത്തെ കുറിച്ചാണ്. അപ്പൊ സമദ് അതിന്റെ ഭാഗമല്ല. അത് പോട്ടെ. ഇനി നിൽക്ക് അത് കഴിഞ്ഞു. പറയട്ടെ. ഇനി നിങ്ങളുടെ 4 കൊല്ലം മുമ്പത്തെ കഥ ഞാൻ പറയാം. അത് നമുക്ക് വരാം, സംസാരിക്കാം. നീ ഇതൊന്നും തീരുമാനമാക്കി ഓരോ പോയിന്റ് തീരുമാനാക്കിയിട്ട് പോണ്ടേ? ജോലിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ അങ്ങോട്ട് 4 കോള് വിളിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സമയമായിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. അത് കുഴപ്പമില്ല, സമയം പോലെ വിളിച്ചതല്ലേ. അപ്പൊ എന്നോട് സംസാരിക്കാനുള്ള സമയമല്ലേ? ഞായറാഴ്ച അല്ലേ? അവിടെ കാര്യം പറയട്ടെ. എന്തിനിങ്ങനെ അസ്വസ്ഥത? ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ജബ്ബാർ മാഷ കൊണ്ടുവരാന്നുള്ളത്. അത് നമ്മളൊന്ന് ഏറ്റെടുത്തോട്ടെ, പറയട്ടെ. ഇവിടേക്കാണ് എന്തിനാണ് ഇങ്ങനെ കൃത്രിമം സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് ജബ്ബാർ മാഷ സംവാദത്തിന് കൊണ്ടുവരാന്നുള്ളത്. ജബ്ബാർ മാഷ സംവാദത്തിന് തയ്യാറാണ്. മുജാഹിദ് ബാലിശ്ശേരി വരുവോ? എന്റെ വിഷയമല്ലോ, മുജാഹിദ് ബാലിശ്ശേരി. പിന്നെ ജബ്ബാർ മാഷ് വരും. പിന്നെ ഈ ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കണ പിന്നെ ചങ്ങാതിയെ. അപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ ഉളുപ്പില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്? ജബ്ബാർ മാഷ സംവാദത്തിന് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോ, മുജാഹിദ് ബാലിശ്ശേരി വരുമോ നിങ്ങളോട് ചോദിക്കുമ്പോ, അത് നിങ്ങൾക്ക് നിങ്ങളെ വിഷയമല്ല. ജബ്ബാർ മാഷിന്റെ വിഷയമാണോ? ജബ്ബാർ മാഷിന്റെ വിഷയമാണോ? ഞാൻ സമദിനെ വിളിച്ചത് 2 കാര്യങ്ങൾ പറയാനാണ്. ഞാൻ സമദിനെ വിളിച്ചത് 2 കാര്യങ്ങൾ പറയാനാണ്. അത് 2 കേൾക്കാൻ സമദിന് പറ്റുമെങ്കിൽ കേൾക്കാം, മറുപടി പറയാൻ കഴിയുമെങ്കിൽ പറയാം. 2 കാര്യം ചോദിക്കാൻ പരിപാടി ഉണ്ട്. ഈ വിഷയം കേൾക്കും. ഞാൻ നിങ്ങൾ മാത്രം ഇങ്ങനെ റേഡിയോ പോലെ അങ്ങനെ ശരിയാവുക. സംവാദത്തിന് മുസ്ലിങ്ങളല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംഘടന. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. നോണ പറയരുത്. അപ്പൊ നിങ്ങൾ എന്തിനാ കണ്ടുപിടിച്ചത്? എന്തിനാണ് ഇങ്ങനെ നോണ സൃഷ്ടിക്കുന്നത്? ഇനി പറഞ്ഞുതരാം. ഇനി നിങ്ങളുടെ സംവാദ വെല്ലുവിളിക്ക് പറഞ്ഞുതരാം. ജൂലൈ 7-ാം തീയതി വിസ്ഡയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സിപിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് UAE-യുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. UAE-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയട്ടെ. നമ്മൾ 2 സംവാദം നടത്തിയിരുന്നു. ഒന്ന് MM അക്ബറുമായിട്ടുള്ളതും അയ്യൂബായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇനിയും സംവാദം നടക്കും. അതിന് നിങ്ങൾ പെട്ടുപോയവർ കൊടുക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടി നോണ സൃഷ്ടിക്കരുത്. ഓക്കെ? അപ്പൊ ഇനിയും കേട്ടോ, UAE-യുടെ ഒരു സംവാദം ഉണ്ടല്ലോ. നിങ്ങൾ UAE വെല്ലുവിളിച്ച ഒരു സംവാദത്തിന് 4 വർഷം മുമ്പ് പറയട്ടെ സുഹൃത്തെ. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കല്ലേ? ജബ്ബാർ മാഷിന് കഴിയുമെങ്കിൽ ജബ്ബാർ മാഷ് ഏതാണ് വെല്ലുവിളി? ജബ്ബാർ മാഷിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ഏത് സംവാദ വെല്ലുവിളി? ഈ നുണ ആവർത്തിച്ച് പറയുന്ന ഈ നുണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കൊണ്ടുവരാൻ പറ്റുന്ന ദിവസവും ആ 4 വർഷത്തിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന നുണ ഒരു നുണക്കഥയാണ്. മെസ്സേജ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒച്ചയിടുകയാണ്. ഒച്ചയിട്ടിട്ട് കോള് കട്ട് ചെയ്ത് പോകും.